എല്ലാം നമ്മളിവിടെ അറിഞ്ഞ്. ഏ നീ അവനെ കിസ് ചെയ്തുകൊണ്ട് കാണുന്ന എല്ലാം നമ്മളിവിടെ അറിഞ്ഞ്. ആ സാറായിട്ട് തന്നെ ആയിരുന്നു. ബാംഗ്ലൂർ നീ ഏത് റൂമിലാണ് പോയത്? റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട്. മണിപ്പൂറുള്ള റോബോട്ട് ആയിട്ട് തന്നെയായിരുന്നു. എന്നതോ പറയടി. സാറായിട്ട് തന്നെയായിരുന്നു. അയ്യോ വിഷ്ണുവായിട്ട് തന്നെയായിരുന്നു. അയ്യോ ദേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിന്റെ റെക്കോർഡ് മൊത്തം എൻ്റെ കയ്യിലുണ്ട്. വിഷ്ണുവായിട്ട് ഫ്രണ്ട് അടിച്ച എല്ലാം അവൻ തന്നെ പറഞ്ഞു. കേട്ടല്ലോ? നീ കൂടുതൽ ഇനി ഊമ്പിക്കല്ലേ കേട്ടോടി പൂറി. ഊമ്പിച്ചതോളം മതി. നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക. കേട്ടല്ലോ? അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അമ്മയോട് എന്നിട്ട് കാര്യമില്ല. അമ്മയ്ക്കൊക്കെ ഇത് പുത്തരിയായിരിക്കും. കേട്ട് അതിരമ്പുഴ ആരായിരുന്നടാ? അതിരമ്പുഴ ആരായിരുന്നടി? എന്തോ ഇതാണെന്ന് പറഞ്ഞ് അതിനായിരുന്നടി അതിരമ്പുഴയുള്ള ബാംഗ്ലൂരുള്ള റൂമിൽ പോയത്. പറ. അയ്യോ ഫോട്ടോ കാണണോ നിനക്ക്? നിന്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. നീ പറയടി, വാ തുറന്ന് പറ. എന്താ നിനക്ക് പറ്റിയ? എന്താ? എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇവനെന്നെ ദ്രോഹിക്കുവാ. എടി നീ വെടിയാണോടി? വെടി, കരവെടി? ഞാൻ ഈ വെടീനൊക്കെയാണല്ലോ നോക്കിയെന്ന് ഓർത്തട്ടാ. പൂറ് നടന്ന് കളിക്കുന്നു. സാറായിട്ട് എന്തായിരുന്നു? സാറായിട്ട് എന്നായിരുന്നു? പറ. എന്റെ അമ്മച്ചി കേറി പോകാൻ അങ്ങോട്ട് വരാമെന്ന് ഞങ്ങളത് ഇവിടെ ഉണ്ട്, തീരുമാനമുണ്ട്. ദേവാന്റിയാറിനോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ കാണിച്ചും കൊടുക്കുന്നത്. ദേവാന്റിയാറിന് എല്ലാം മനസ്സിലായി. നാളെ ദേവാന്തിയാറിനെ മീറ്റ് ചെയ്യേണ്ട അങ്ങോട്ട് വരുന്നുണ്ട്. കേട്ടല്ലോ? ഇനി അങ്ങനെ വെറുതെ വിടത്തില്ല കേട്ടോ. തുറന്നു പറയല്ലെങ്കിൽ ഉള്ളതായിരുന്ന ഒരു ബന്ധവുമില്ല എന്റെ പൊന്നേടി. നീ ഇങ്ങനെ പറയില്ലേ? എല്ലാവർക്കും അറിയാലോ. ഈ വിഷ്ണുവായിട്ടുള്ള എല്ലാവർക്കും അറിയായിരുന്നല്ലോ. കോളേജ് മൊത്തമായിട്ട് 8 നവംബറിൽ തുടങ്ങിയല്ലേ നീ? നവംബർ 14 അല്ലേ? അങ്ങനെ കണ്ട്. അയ്യോടാ, നീ അവനെ ഉമ്മ വെച്ചോ? കിസ് ചെയ്തോ? ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ? അവന് തന്നെ എണ്ണമില്ലെന്ന് അവൻ പറഞ്ഞു. കണക്കില്ലെന്ന്. ആതിര ഫോണെ സേവ് ചെയ്തിരുന്നത്. ആതിര അവന്മാരും എല്ലാരും പറയുന്ന ആതിര. എല്ലാം ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളയും പിടിച്ചിവിടെ. നീ സത്യം പറയടി, നീ ബാംഗ്ലൂർ ആരായിരുന്നു? മറ്റേ അതിരമ്പുഴയുള്ള ആരായിരുന്നു റൂമിൽ പോയത്? എടി നീ പോയില്ലേ? എടി ഫോട്ടോ നിനക്ക് കാണണോ? ഫോട്ടോ നിന്റെ പപ്പേനെ ഞാൻ നാളെ കാണിക്കുന്നത്. നീയും കൂടെ വന്ന് നിന്നുണ്ടാവും. ഫോട്ടോ കാണണോ നിനക്ക്? ഫോട്ടോ കാണണോ? വെറുതെ തോന്നലുണ്ടോ പൊന്നു അപ്പൂസേ നിനക്ക്? തോന്നലുണ്ടോ നിനക്ക്? നീ ഉള്ളതുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും കൂടെ റൂമിലൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ ചുമ്മാ അനാവശ്യമൊക്കെ പറയുന്നേ. ഞങ്ങനാവശ്യമാണോ പറയണ? വിഷ്ണുവായിട്ട് നീ അടിച്ചിട്ടൊന്നുമില്ല. കിസ് അടിച്ചിട്ടില്ലേ? ഇല്ല. പറയടി, പാവത്തിൽ പിടിക്കാതെ. അല്ലെങ്കിൽ ഇപ്പം കയറി വരും അങ്ങോട്ട്. ഞങ്ങൾ ഏറ്റുമാനുണ്ട്. ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപാകത്തുള്ളൂ. അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ ചെയ്യണമെന്ന് ഓർത്ത്. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. കിസ് അടിച്ചിട്ടുണ്ട്. എത്ര വട്ടം? 2 തവണയോ വല്ലതും കൊടുത്തു. അയ്യോ കൊടുത്ത് കാണൂ. അവനെന്തോ അവൻ കണക്കില്ലെന്നുള്ള പറഞ്ഞേ. നിനക്കൊരു നാണോ ഉളുപ്പും ഇല്ലേടി പൂറി? 8 മാസം ആയിട്ടില്ല എന്റെ പൊന്നേ. ഞാൻ തെളിവ് കാണിച്ചായിരുന്നു എനിക്ക് പൊന്നേ. നിന്റെ മറ്റേ വിഷ്ണു ഏട്ടനില്ലേ? എന്റെ വിഷ്ണു ഏട്ടനെ വിളിക്കണേ. അപ്പു അവന് കളിച്ചൊന്നും പ്രശ്നമല്ല. അവന് കളിച്ചൊന്നും പ്രശ്നമല്ല.
കൂടെ മുമ്പിക്കാൻ നാണമില്ല അപ്പൂസേ. ദേ ഒരേ പടം ഇപ്പം പറയുവാണെങ്കിൽ നിനക്ക് നല്ലതാ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കും എല്ലാ സാധനവും വിച്ചുവിനെ അപ്പൂനെ മറ്റേ റോബോട്ടോ എല്ലാം ബ്ലറാക്കിയിട്ട് സാധനം ഇടാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ റൂമിലെ കാര്യമൊക്കെ എന്നെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. റിദിനായിട്ട് എന്തായിരുന്നു? റിദിനായിട്ട് റിദിനറിയില്ലേ? ഈ പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. അയ്യോടാ ഫോട്ടോ അടക്കം ഉണ്ടല്ലോ പാപ്പൂസിന്റെ. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്ന പാപ്പൂസ്? പറ. ഇപ്പൊ അവൻ ആർമിയിലാ. എനിക്കറിയത്തില്ല. ഫോട്ടോയാ വെട്ടിക്കയറ്റിയതായിരിക്കും അല്ലേ? എല്ലാ സാധനവും ഇവിടെ കിട്ടി. നീ ഇനി അങ്ങനെ ഒന്നും സൂഹിക്കണ്ടായില്ല. നിന്റെ ബാംഗ്ലൂർ പടത്തം നിന്നടി. നീ പോകുന്നില്ല ബാംഗ്ലൂര്. ഞാനേ എന്നോട് ഡയലോഗ് അടിക്കുവാ. ഞാൻ 6 ലക്ഷം രൂപ കൊടുത്താ ഒന്നും പൈസ ഒന്നുമല്ല. ഞാൻ 6 പേരായിട്ടാ ബന്ധം അവിടെ. അതിനെങ്ങനെയാ എല്ലാം ഇത്ര നേരം വൈകിട്ട് വരെ അപ്പൂസിന്റെ കാല് പിടിച്ച് ഇത്രയും പിറപ്പ് കാണിച്ചു. ഈ പൂറിക്ക് ഒരു വാക്ക് പറഞ്ഞ് പ്രശ്നം തീർക്കാനേ ഉള്ളായിരുന്നു അല്ലേ? അയ്യോ അത് തീർക്കാൻ നന്നായി. അല്ലെ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ഒരാളെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടം വരെ അതല്ല എല്ലാം കണ്ടോണ്ടിരിക്കണ സെറ്റ് ആവണം. വേറെ ഗുണ നീ നിന്നെ പോലെയുള്ള ഗുണങ്ങളാണ് നീ കണ്ടുപിടിക്കണം. അത് സ്നേഹാമോള് വലിയ ഗുണ. നീ സ്നേഹമോളുടെ ഫോണിലായിരുന്നല്ലേ ഇവനെ വിളിച്ചോണ്ടിരുന്നത്? വിഷ്ണുമോനെ വിളിച്ചോണ്ടിരുന്നത്. ഇവൻ ട്രെയിൻ അവിടെ വന്നിറങ്ങിയപ്പോ നീ എന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ? കഥയടക്കം തൃശ്ശൂര് കയറി വന്നപ്പോഴേക്കും ഫോണിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞ്. എല്ലാ സാധനവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിനക്കെന്നെ വായിക്കാത്ത ഇപ്പൊ നാക്കില്ലേ? ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ഡയലോഗും പറച്ചിലും കരച്ചിലും പിരിച്ചിലും. നിന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ച ആരാ? അതെ ഫോളോവേഴ്സിന് ഊമ്പാൻ വേണ്ടി വന്ന്. അതാ വെറുതെ അക്കൗണ്ട് മേടിച്ചപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നു. എന്നിട്ട് എന്നോട് നീ ആത്മാർത്ഥമായിട്ടാണോ എന്നെ സ്നേഹിച്ചത്? എന്നെ ഡയലോഗ് അടി പൂരി നീ അടിക്കുന്നത്? നീ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി തൊലിച്ചു. എത്ര പ്രാവശ്യം ഇതൊക്കെ അറിഞ്ഞിട്ട് ക്രൗഡ് കൂടെ വന്നടി? എത്ര പ്രാവശ്യം ചോദിച്ചു? എന്ത് കേസുള്ളത്? ബോക്സോ കളിയുടെ അതും കളിയാ? ഒന്നും ഉണ്ടായില്ലേ? ഇപ്പൊ കളി നിന്നെ കുറിച്ചൊരു ഒരു ഇതുണ്ടായി. ഇതിനു മുമ്പേ നിന്നെ കുറിച്ചൊരു ടോക്ക് വന്നേന്ന്. ഇതിനു മുമ്പ് അതെന്നോട് ഇവന്മാര് പറഞ്ഞില്ല. ഞങ്ങ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഞങ്ങക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളെ. ഞങ്ങ മായാവ് പറയണം അവനെ പൊക്കണം, അവനെ കൊടുക്കാന്ന് പറഞ്ഞ. അവനെ എങ്ങനെ വരത്താ നമുക്ക് പറഞ്ഞു. അവൻ പിന്നെ പോയിന്ന് പറഞ്ഞായിരുന്നു. വാ തുറന്ന് പറ. നിന്റെ വായിക്കാതെ എന്തി? അല്ല ഒരു കാര്യം നീ ആ പള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങിവാ. എന്റെ പൊന്നു മോനുവേനെ നീ വിളിക്കല്ലേ? മോനും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. അന്തസ്. നീ വെടിയാണോ? വെടിയാണ് കളിച്ച് നടക്കുന്ന പൂറി. കാമഭ്രാന്താടി നിനക്ക്, കാമഭ്രാന്ത്. മര്യാദയില്ല അപ്പൂസേ. എന്തൊക്കെയായിരുന്നു. പോട്ടി കുറച്ചു നേരം വരെ ഞങ്ങ പറഞ്ഞോളി ഇതറിയുന്നതിന് മുന്നേ അപ്പൂസ് പാവാടാ. വരും പറയണ്ട അവളോട്. എടി നീ എന്തുമ്മാ ഇരുത്തിയാടി